സ്വാഗതം. എന്താണ് പറയുക, ഡംബെല്ലയുടെ ഹാട്രിക്കിനെ കുറിച്ച് തന്നെ. 32 മിനിറ്റിനുള്ളിൽ 3 ഗോളുകൾ. ലോകകപ്പിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ ഹാട്രിക്. ഡംബെല്ലയുടെ ആ കാലുകളിൽ നിന്ന് തൊടുത്തുവിട്ട 3 ഷോട്ടുകൾ. നോർവേയൻ ഗോളിക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ച ഗോളുകൾ. ഡംബെല്ല എന്ന മഞ്ഞുമലയിൽ തട്ടി നോർവേ എന്ന വലിയ പായക്കപ്പൽ മുങ്ങിത്താഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് കണ്ട് നിസ്സഹായനായി തുഴയില്ലാതെ ഡഗ്ഔട്ടിലിരുന്ന ഹാളണ്ട്. സംഭവബഹുലമായിരുന്നു ഇന്നലത്തെ രാത്രിയിലെ ഫ്രാൻസ് നോർവേ പോരാട്ടം. പ്രതീക്ഷിച്ചതെന്തോ അതല്ല കാണികൾക്ക് കിട്ടിയത്. പ്രതീക്ഷിച്ചത് ഹാളണ്ടിൻ്റെയും എംബാപ്പയുടെയും കൂട്ടപ്പൊരിച്ചലായിരുന്നു. എന്നാൽ നോർവേയൻ കോച്ച് തൻ്റെ ടീമിൽ 10 മാറ്റങ്ങളുമായാണ് ഫ്രാൻസിനെതിരെ കളിക്കാനിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷിച്ച സൂപ്പർ ക്ലാസിക് പോരാട്ടം കാണാൻ പറ്റിയില്ല. എന്നാൽ അതിനപ്പുറമായിരുന്നു ഡംബെല്ലെ കരുതി വച്ചിരുന്നത്. ഷോട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോന്നും അളന്നു മുറിച്ച ഷോട്ടുകൾ, 3 ഒരേ തരത്തിലുള്ള ഷോട്ടുകൾ. അതിൽ ഡംബെല്ലയുടെ 3ാമത്തെ ഹാട്രിക്കിൻ്റെ ഗോൾ പിറന്നത് ഫ്രഞ്ച് ടീമിലെ 10 പേരും ആ ബോൾ ടച്ച് ചെയ്തിരുന്നു എന്നറിയുമ്പോഴാണ് അതൊരു ടീം ഗോളായിട്ട് വരുന്നത്. ഗോളി സെൽവിക്കിൻ്റെ നിസ്സഹായത. ആദ്യത്തെ ഗോൾ ഒരു തുടക്കമാണെങ്കിൽ 2ാമത്തെ ഗോൾ നിശ്ചയിച്ചുറപ്പിച്ചത്, 3ാമത്തെ ഗോൾ ചരിത്രമായി. 32 മിനിറ്റുകൾക്കുള്ളിൽ കളി തീർന്നതുപോലെയായിപ്പോയി. ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയുള്ള താരമായിരുന്നു ഡംബെല്ലെ. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലും അദ്ദേഹം തിളങ്ങാതെ പോയപ്പോൾ മാധ്യമകരും വിമർശകരും അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. PSG വേണ്ടി അദ്ദേഹം 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ എടുത്തുകൊടുത്ത താരമാണെന്ന് നമ്മൾ മറന്നുപോയിരുന്നു. എന്നാൽ ഡംബെല്ലെ അതെല്ലാം തിരിച്ചു പിടിച്ച ഒരു കളിയായിരുന്നു ഇന്നലത്തേത്. ഡംബെല്ലെ നമുക്കറിയാം, 2 കാലുകൾക്കും ശക്തി ആവാഹിച്ച ഒരു കളിക്കാരനാണ് അദ്ദേഹം. ഏത് കാലുകൊണ്ടാണ് അദ്ദേഹം അടിക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലാവില്ല. വിങ്ങുകളിലൂടെ അദ്ദേഹത്തെ തടയുക എന്ന് പറയുന്നത് ഏത് പ്രതിരോധത്തിനും കഴിയാത്ത ഒന്നാണ്. അങ്ങനെയാണല്ലോ നമുക്കറിയാം, കഴിഞ്ഞ 2018 ഫ്രാൻസ് ചാമ്പ്യന്മാരായപ്പോൾ അദ്ദേഹം അതിൽ അംഗമായിരുന്നു. 2022 റണ്ണറായപ്പോൾ അതിലും അദ്ദേഹം അംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡംബെല്ലെ നമുക്കൊരു അത്ഭുതമായിട്ട് തുടരുകയാണ്. അതായത് അതുല്യനായ ഒരു പ്രതിഭ തന്നെയാണ് ഡംബെല്ലെ. എന്നാൽ ആ പ്രതിഭ തെളിയിക്കപ്പെടുന്നില്ല. അസ്ഥിരനായ ഒരു പ്രതിഭാശാലി എന്ന പേരുദോഷം കൂട്ടിയിട്ട്